ഹായ് ഫ്രണ്ട്സ്, സിഗരറ്റ് പാൻറ് വളരെ സിമ്പിളായി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, ഒരേ അളവിലല്ല. ഫ്രണ്ടിലെ പീസിനേക്കാളും 2.5 ഇഞ്ച് വീതി ബാക്കിലെ പീസിന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള പീസ് ഞാനിതുപോലെ നീളം അളന്ന് കറക്റ്റാക്കി മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വീതിക്ക് 2ആയി മടക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം. അതിന് താഴേക്കാണ് ഫുൾ ലെങ്ത് നമുക്ക് അളന്നെടുക്കേണ്ടത്. ഈ തുണിയുടെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ 2ആക്കി ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 17 ഇഞ്ചാണ് കിട്ടുന്നത്. മുകൾ ഭാഗത്ത് 1 ഇഞ്ച് വീതിക്കുള്ള ബെൽറ്റ് വരുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് 36 ഇഞ്ചിൽ നിന്ന് അതിൻ്റെ 1 ഇഞ്ച് കുറച്ച് 35 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടെ അടിഭാഗം മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 2.5 ഇഞ്ച് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുണിയുടെ മൊത്തം നീളം 38 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടത് ഉൾപ്പെടെയുള്ള നീളമാണ് ഞാൻ പറഞ്ഞത്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ 36 ഇഞ്ചാണ് വേണ്ടത്. ഇനി നമുക്ക് മുകൾ ഭാഗത്തെ വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് 32 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം 8 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴോട്ടുള്ള ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്താം. ഇതിനുള്ള ഫോർമുല ഞാനൊന്ന് പറഞ്ഞു തരാം. ഹിപ്പിൻ്റെ അളവ് കിട്ടിയിട്ടില്ലേ, അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് അതിനെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇങ്ങോട്ടുള്ള ഇറക്കം വരുന്നത്. ഹിപ്പ് റൗണ്ട് നമുക്കിവിടെ 36 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 46 ഇഞ്ച്. എന്നിട്ട് പിന്നെ 46 ഇഞ്ചിനെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 11.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാനിവിടെ 11.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലെ വീതി തന്നെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്കൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്കൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 9 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഇഞ്ച് വീതി കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം. 2 ഇഞ്ച് അത്യാവശ്യം തടിയുള്ളവർക്കാണ്. നമുക്കിവിടെ ഈ സൈസിന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയാലും മതി. ഇനി നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ മൊത്തം വീതി ഒന്ന് അളന്നെടുക്കാം. മൊത്തം ഇവിടെ വരുന്നത് 9 + 2.5 ഇഞ്ചാണ്. അതായത് 11.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പകുതി 5.25 ഇഞ്ച് ഞാനിവിടെ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫോൾഡഡ് സൈഡ് ഞാൻ നിൽക്കുന്ന സൈഡിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ തുണി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് വിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേരുവശമാണ് ഈ ഭാഗത്തേക്ക് ഇടുന്നതെങ്കിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം സൈഡിൽ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ചില തുണികൾക്ക് തേരുവശത്തിന് ചുളിവുകൾ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടില്ല. മുകളിൽ നിന്ന് കാലിൻ്റെ മുട്ട് വരെയുള്ള ഇറക്കം 19 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ഒരുവിധ ആൾക്കാർക്കും 19 ഇഞ്ച് തന്നെയാവും. ഞാനിവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ 19 ഇഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സൈഡിൽ നിന്ന് അവിടേക്ക് നമുക്ക് 5.25 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടിഭാഗത്തും 5.25 ഇഞ്ച് അടയാളപ്പെടുത്തണം. സെൻറ്റർ ഭാഗം കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 ഭാഗത്തും അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെൻറ്ററിലൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. താഴേക്ക് എത്തുന്ന രീതിയിൽ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ 2 സൈഡിലേക്കുമായിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കാൽമുട്ടിൻ്റെ അവിടുത്തെ ചുറ്റളവ് നമുക്കിവിടെ 16 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി 8 ഇഞ്ച്. അതിങ്ങനെ 2 സൈഡിലേക്കുമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 സൈഡിലേക്കും 4 ഇഞ്ച് വെച്ച് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തെ അളവ് നമുക്ക് ചുറ്റളവ് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ചാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. 6 ഇഞ്ചിനെ 2ആക്കി ഈ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 3 ഇഞ്ച് വെച്ചിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ് അളവിൽ കിടക്കുന്ന പാൻ്റ് ആയതുകൊണ്ട് ഇതിന് കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വേസ്റ്റ്, ഹിപ്പ്, പിന്നെ കാൽമുട്ടിൻ്റെ വണ്ണം, പിന്നെ അടിഭാഗത്തെ ആംഗിൾ ലെങ്ത്ത്, ആംഗിൾ വിഡ്ത്ത് ഒക്കെ നമുക്ക് കറക്റ്റായി തന്നെ കിട്ടണം. എന്നാലാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കറക്റ്റ് ഫിറ്റായി കിടക്കുകയുള്ളൂ.
ഫ്രണ്ട് പീസിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് മാത്രം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നില്ല. തയ്യൽ തുമ്പൊക്കെ ബാക്കിലെ പീസിലാണ് വരുന്നത്. ഇനി നമുക്കിത് അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ മടക്കിയെടുക്കേണ്ട ഭാഗമാണ്, ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ഫ്രണ്ട് പീസിൽ മെഷർമെൻറ്റ്സ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കണം. ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് നമ്മൾ കർവ് ഷേപ്പിലൊന്നിങ്ങനെ വരച്ചെടുത്താൽ മതി. ഇത് ഓരോ ഭാഗത്തും ഈ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ തമ്മിൽ ചേരുന്ന രീതിയിൽ സ്കെയിലൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ സ്കെയിൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കൊടുത്തിട്ടാണ് വരച്ചെടുക്കുന്നത്. സ്കെയിൽ വെച്ച് വരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ കൈകൊണ്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഈ സൈഡിൽ അടയാളപ്പെടുത്തുമ്പോൾ സ്കെയിൽ ഇങ്ങോട്ട് ഇന്നിങ്ങനെ ചെരിച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ടിങ്ങനെ ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, അടിഭാഗത്ത് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി തുണി ഒന്നിങ്ങനെ നീക്കിയിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വരച്ചെടുക്കാം. മുകളിലേക്ക് ഇതുപോലെ സ്കെയിൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് തന്നെയാണ് വരച്ചെടുക്കേണ്ടത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അതിന് മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഷേപ്പിന് ചെറിയൊരു ഷേപ്പാണ് വരുന്നുള്ളൂ, എന്നാലും ഈ ഒരു ഷേപ്പിന് ഇങ്ങനെ വരച്ചെടുക്കണം. ഇതിങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് വരുന്നത്. ബാക്ക് ഭാഗത്ത് നമ്മൾ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്കെയിൽ ഇങ്ങനെ തിരിച്ചു വെച്ച് വരച്ചെടുക്കാം. കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ കൈകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗം നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. വരച്ചെടുത്ത അതേ ലൈനിൽ കൂടെ നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കാര്യങ്ങളൊന്നിങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് അളവ് കിട്ടിയാലും സിഗരറ്റ് പാൻറ്റ് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. മെഷർമെൻറ്റ്സ് എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ എടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ ആംഗിൾ വരെയുള്ള ലെങ്ത്താണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് ഇത്തിരി ഇറക്കമൊക്കെ കുറവാകും. ആംഗിൾ ലെങ്ത്ത് വരെയുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരേ വണ്ണം തന്നെയാവും. എന്നാലും നമ്മൾ എപ്പോഴും ആരുടെ അളവിലാണോ തയ്ക്കുന്നത് അവരുടെ മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ എടുക്കണം. എന്നാലാണ് ഈ ഒരു പാൻറ്റ് കറക്റ്റായി കിടക്കുകയുള്ളൂ. ഫ്രണ്ട് ഭാഗത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിന് വേണ്ടിയുള്ള പീസ് ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് കൊടുക്കാം. വീതിക്ക് രണ്ടായി മടക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫോൾഡ് ചെയ്ത വശം ഞാൻ നിൽക്കുന്ന സൈഡിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് കറക്റ്റായി വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ തയ്യൽ തുമ്പൊന്നും പ്രത്യേകിച്ച് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കൃത്യമായി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഒരു പട്ടയം പിടിപ്പിക്കുന്നുണ്ട്. ബാക്കിൽ അതേ വീതിക്ക് തന്നെ, അതായത് 1 ഇഞ്ച് വീതിക്ക് തന്നെയുള്ള ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിലെ ഇലാസ്റ്റിക്കിന് വേണ്ടി സെപ്പറേറ്റ് തുണിയല്ലാട്ടോ എടുക്കുന്നത്. ഇലാസ്റ്റിക്കിന് വേണ്ടി മുകളിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക് വെച്ച് മടക്കി നമുക്ക് തയ്ച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൻ്റെ സൈഡിലേക്കെല്ലാം നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ വരച്ചെടുത്തത് പോലെ തന്നെ ഇങ്ങനൊരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. അതുകൂടാതെ ഒരു 3/4 ഇഞ്ച് കൂടെ നീളം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ 3/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ ഈ പാൻറ് ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോകുന്നത് പോലെ തോന്നും. അതിങ്ങനെ തോന്നാതിരിക്കാനാണ് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. തയ്ച്ചെടുക്കുമ്പോഴും ഇതേ ഷേപ്പ് നിലനിർത്തി തന്നെ തയ്ച്ചെടുക്കണം. എന്നാലാണ് ഇതുപോലൊരു 3/4 ഇഞ്ച് സ്ലോപ്പാക്കി വരച്ചു കൊടുത്തതിനുള്ള കാര്യം ഉണ്ടാവുകയുള്ളൂ. കാൽമുട്ടിൻ്റെ അവിടെയും അടിഭാഗത്തും നമ്മൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. മുകളിൽ നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തത്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരച്ചെടുത്ത പോയിന്റുകളൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് വരച്ചെടുത്ത ഷേപ്പിൻ്റെ അതേ ലെവലിൽ തന്നെ വേണം ഇതും വരച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ഭാഗം അതേ ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മറ്റേ ഭാഗം എക്സ്ട്രാ വരച്ചതിൽ കൂടെയും കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.
ഇനി നമുക്ക് അടയാളപ്പെടുത്തിയതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റായി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്ക് ഭാഗത്തെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ബെൽറ്റിന് വേണ്ടി ഇതുപോലൊരു ക്യാൻവാസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 1 ഇഞ്ച് വീതിയിലും 18 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തയ്ച്ചു കഴിഞ്ഞ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, കുറഞ്ഞു പോരുത്. 3 ഇഞ്ച് വീതിയിലും ഇത്ര തന്നെ നീളത്തിലും ഞാനൊരു പീസ് തുണി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്നിങ്ങനെ മടക്കി അയൺ ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആക്കി നമുക്ക് ക്യാൻവാസ് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് തയ്ക്കുമ്പോൾ കാണാം. 1 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് 16 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത്. ഞാൻ 1/2 ഇഞ്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യൽ തുമ്പിലേക്ക് കയറ്റി വെച്ച് ഇലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.